ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനാഭാഗം 1 ശമൂവേൽ 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 24 അധ്യായം 6 വാക്യം. അവൻ തൻ്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനൻ്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞതായ അനുഭവങ്ങളാണ് ഈ അധ്യായങ്ങളിലൂടെ നാം കാണുന്നത്. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാനായി പിന്തുടരുമ്പോൾ ദാവീദ് മരുഭൂമികളിലും ഗുഹകളിലുമെല്ലാം ഒളിച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നു. എന്നാലും ഈ സാഹചര്യങ്ങളിലെല്ലാം ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രതികാരം ചെയ്യാതെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തിൽ നിന്നും 2 കാര്യങ്ങൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, പ്രതിസന്ധിയിൽ ദൈവത്തെ ആശ്രയിക്കുക. ദാവീദ് തൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. അതിനാൽ തനിക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോഴും ആദ്യമേ ദൈവത്തിൽ ആശ്രയിക്കുകയും പുരോഹിത സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്യുന്നു. നോബിലെ പുരോഹിതനായ അഹീമേലെക്കിൻ്റെ അടുക്കൽ പോയി ദാവീദ് ഭക്ഷണവും ആയുധവും സംഘടിപ്പിക്കുന്നതായി ഇവിടെ കാണാം. നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുക. ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. അവൻ നമ്മുടെ വഴികൾ തടയുന്നില്ല. എന്നാൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ നമുക്ക് പുതുവഴികളെ തുറക്കുന്നവനാണ്. അതിനാൽ നമ്മുടെ പ്രശ്ന സങ്കീർണമായ അനുഭവങ്ങളിൽ ആദ്യം മനുഷ്യരെയല്ല, ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് നമുക്ക് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനാൽ പ്രതിസന്ധികളിൽ ദൈവത്തെ ആശ്രയിക്കുക. രണ്ടാമതായിട്ട്, പ്രതികാരം ചെയ്യാതെ ദൈവത്തിന് സമർപ്പിക്കുക. തന്നെ ധാരാളം അവസരങ്ങളിൽ ഉപദ്രവിക്കുവാനും കൊല്ലുവാനും ഒക്കെ ശൗൽ രാജാവ് ശ്രമിക്കുന്നു. എന്നാൽ 1 ശമൂവേൽ 24 അധ്യായത്തിൽ കാണുന്നത് അതിന് പകരം വീട്ടുവാൻ ഒരു അവസരം ദാവീദ് രാജാവിന് വന്നു ചേരുന്നതാണ്. എന്നാൽ ഇവിടെ ദാവീദിന് ലഭിച്ച ഈ തക്ക അവസരം ദാവീദ് ഉപയോഗിക്കുന്നില്ല. പ്രതികാരം എന്നത് ദാവീദ് ഇവിടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ദൈവത്തിൻ്റെ നീതിക്കായിട്ട് ദാവീദ് കാത്തിരിക്കുകയും ചെയ്യുന്നു. ദാവീദ് വിശ്വസിക്കുന്നത് പ്രതികാരം ദൈവത്തിൻ്റെതാണ് എന്നാണ്. നമ്മോട് അന്യായം പ്രവർത്തിക്കുന്നവരോട് ഒരു വാക്കെങ്കിലും നാം തിരിച്ചു പറയുകയോ പ്രതികാരത്തിനുള്ള അവസരം നിരസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് പ്രതികാരം ചെയ്യുക എന്നത് ക്രിസ്തീയ ജീവിതത്തിന് ചേരുന്നതല്ല എന്നാണ്. അതിനാൽ എന്ത് പ്രശ്നങ്ങൾ നമുക്കെതിരെ ഉയർന്നാലും, ആരെല്ലാം പ്രതിസന്ധികളായി നമ്മുടെ മുന്നിൽ വന്നാലും സകലവും ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവവും മാനിക്കും. ഇത്തരത്തിൽ മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസം തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നിറഞ്ഞതായ ഘട്ടങ്ങളിൽ കൂടുതൽ അങ്ങയോട് ചേർന്നിരിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ, പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ സകലവും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.